أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يكفرون بآيات الله ويقتلون النبيين بغير حق ويقتلون الذين يأمرون بالقسط من الناس فبشرهم بعذاب أليم. أولئك الذين حبطت أعمالهم في الدنيا والآخرة وما لهم من ناصرين. صدق الله العظيم. സൂറ ആല ഇമ്രാനിലെ ആയത്ത് 21-22. ഇന്നല്ലദീന യക്ഫുറൂന, നിശ്ചയം നിഷേധിക്കുന്നവർ, ബി ആയാത്തില്ലാഹി, അള്ളാഹുവിന്റെ ആയത്തുകളെ, വയഖ്തുലൂന, കൊല്ലുന്നവർ, അന്നബിയീന, നബിമാരെ, ബിഗൈരി ഹഖ്ഖിൻ, അന്യായമായി, വയഖ്തുലൂന അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്തി മിനന്നാസ്, വയഖ്തുലൂന, അവർ കൊല്ലുന്നു, അല്ലദീന, ഒരു കൂട്ടരെ, യഅ്മുറൂന, അവർ കൽപ്പിക്കുന്നു, ബിൽ ഖിസ്തി, നീതി, മിനന്നാസ്, ജനങ്ങളിൽപ്പെട്ട നീതി കൽപ്പിക്കുന്നവരെയും കൊല്ലുന്നു. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷ കൊണ്ട്. ഫബശ്ശിർഹും, അപ്പോൾ അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക, ബിഅദാബിൻ അലീം, അലീമായ അദാബ് കൊണ്ട്, വേദനയേറിയ ശിക്ഷ കൊണ്ട്. ഉലൈക, അക്കൂട്ടർ, അല്ലദീന ഹബിതത് അഅ്മാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോയിരിക്കുന്നു. ഫിദ്ദുനിയ, ദുനിയാവിൽ, അല്ലെങ്കിൽ ദുഷ്ഫലമായി പോയിരിക്കുന്നു. ഫിദ്ദുനിയ, ദുനിയാവിൽ, വൽ ആഖിറ, പരലോകത്തും. വമാ ലഹും മിൻ നാസിരീൻ, അവർക്ക് യാതൊരുവിധ സഹായികളുമില്ല. വമാ ലഹും, അവർക്കില്ലതാനും, മിൻ നാസിരീൻ, ഒരുവിധ സഹായികളിൽ നിന്ന്, അഥവാ ആരും സഹായിക്കാൻ ഉണ്ടാകുകയില്ല എന്നർത്ഥം. പറഞ്ഞതിന്റെ തുടർച്ച തന്നെയാണ്. തൊട്ടുമുകളിൽ പറഞ്ഞത് അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യമായ ദീന് ഇസ്ലാമാണ്. അതുമായി തർക്കിക്കുകയാണെങ്കിൽ താങ്കൾ പറഞ്ഞേക്കുക, ഞാൻ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടതാണ് എന്ന്. വേദക്കാരോടും ഉമ്മയികളോടും ചോദിക്കുക, അങ്ങനെ അള്ളാഹുവിന് കീഴ്പ്പെടുക എന്നത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന്. അങ്ങനെ അവരിത് സമ്മതിക്കുകയില്ല. ഇതിനോട് തർക്കിക്കുകയാണെങ്കിൽ, എന്നിട്ട് അവർ പിന്തിരിയുകയാണെങ്കിൽ കാര്യം അറിയിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇനി അവരുടെ സ്ഥിതി എന്താണ്? ഇവരെങ്ങനെ അള്ളാഹ്ക്ക് കീഴ്പ്പെടും? അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ് പറഞ്ഞത്. കീഴ്പ്പെട്ടിട്ടില്ല എന്ന് അവർ പറയില്ലല്ലോ. പക്ഷെ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുകയല്ല അവർ ചെയ്യുന്നത് എന്നതിന് തെളിവായിട്ട് അള്ളാഹു തആല തന്നെ നിഷേധിക്കേണ്ട ചില അവസ്ഥകൾ എടുത്തു പറയുകയാണ്. ഇന്നല്ലദീന യക്ഫുറൂന ബി ആയാത്തില്ലാഹ്, അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിക്കുന്നവർ. അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ നിഷേധികൾക്കും ബാധകമാണ്. ഇപ്പൊ ഫിർഔൻ മൂസ അലൈഹി സ്വലാമിന്റെ മുഅ്ജിസത്തിനെയാണ് നിഷേധിച്ചത്, അഥവാ അത് സിഹിറാണ് എന്ന് ആരോപിച്ചു. അവിടുന്ന് അങ്ങനെ ഒരുപാട് കാണാൻ കഴിയും. അവസാനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ അള്ളാഹുവിൻ്റെതാണെന്ന് അറിയാമായിരുന്നിട്ടും അംഗീകരിക്കാൻ കൂട്ടാക്കാതെ നിഷേധം കൈക്കൊണ്ടവർ, അതുവരെ എത്തുന്നതാണ് ആ പ്രയോഗം. ഇന്നല്ലദീന യക്ഫുറൂന ബി ആയാത്തില്ലാഹ്, പരിശുദ്ധ ഖുർആനിനെ നിഷേധിക്കുന്നവർ, അല്ലെങ്കിൽ അതിന്റെ പിന്നെയുണ്ട് ആയത്തുകൾ. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കുവാൻ വേണ്ടി പ്രപഞ്ചത്തിൽ തന്നെ ഉള്ള ഒരുപാട് ആയത്തുകളുണ്ട്. അതിന് ആയത്ത് എന്നാണ് പറയുന്നത്. അതുപോലെ പരിശുദ്ധ ഖുർആനിലെ വാചകങ്ങൾക്ക് ആയത്തുകൾ എന്നാണ് പറയാ. പിന്നെ ആയത്തും ബയ്യിന, മുഅ്ജിസത്തുകൾക്കും അതാണ് പറയാ. ഇത് ഏതിനെ നിഷേധിച്ചാലും എത്തിപ്പെടുന്നത് കുഫറിലായിരിക്കും.
അങ്ങനെ ഈ പ്രപഞ്ചത്തിലും പരിശുദ്ധ ഖുർആനിലും സ്വന്തം ശരീരത്തിൽ പോലും നിറഞ്ഞു നിൽക്കുന്ന ഈ ചൂണ്ടുപലകകൾ മുഴുവൻ, ആയത്ത് എന്ന് പറഞ്ഞാൽ സിഗ്നൽ എന്നാണ് അർത്ഥം. നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ്. അടയാളം, സിഗ്നൽ എന്നൊക്കെയാണ് അർത്ഥം, അല്ലെങ്കിൽ തെളിവ് എന്നും. ഇതിനൊക്കെ നിഷേധിക്കുന്നവർ, വയഖ്തുലൂന നബിയ്യീന, നബിമാരെ കൊല്ലുന്നവർ. ബനി ഇസ്രായേല്യരുടെ ചരിത്രത്തിൽ കൊല്ലപ്പെട്ട നബിമാര് ഒരുപാടുണ്ട്. ബൈബിളിൽ ഇപ്പൊ മുൻ വേദഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് ബൈബിള് ആണല്ലോ. അതിൽ തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും ഒക്കെ അംശങ്ങളുണ്ട്. അതുപോലെ ബനി ഇസ്രായേല്യരുടെ ചരിത്രവുമുണ്ട്. ആ ചരിത്രത്തിൽ നിലവിലുള്ള ബൈബിളിൽ തന്നെ നമുക്ക് പേരറിയാവുന്ന ഒരുപാട് നബിമാരെ കൊന്നതിന്റെ കഥ തന്നെ അതിലുണ്ട്. ഉദാഹരണമായിട്ട് ഇല്യാസ് നബി അലൈഹിസ്സലാം, സക്കരിയ അലൈഹിസ്സലാം, യഹ്യ അലൈഹിസ്സലാം. പിന്നെ ഈസ അലൈഹിസ്സലാമിനെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങി, കൊല്ലാൻ കിട്ടിയില്ല എന്ന് മാത്രം. ഒമാ ഖതലൂഹു ഒമാ സലബൂഹു. ഇങ്ങനെ ഒരുപാടുണ്ട്. ഹനാൻ എന്ന് പറഞ്ഞിട്ടൊരു റസൂലിന്റെ കഥയുണ്ട് ബൈബിളിൽ. അദ്ദേഹത്തെ കൊല്ലുന്നത് ഒക്കെ ബനി ഇസ്രായേൽ എന്ന് പറയുന്ന അന്നത്തെ മുസ്ലിം സമുദായത്തിലെ ആളുകൾ തന്നെയാണ് കൊല്ലുന്നത്, അധികവും ഭരണാധികാരികൾ. ഹനാനി പ്രവാചകനെ കൊല്ലുന്നത് ബനി ഇസ്രായേല്യര് 2 രാജ്യങ്ങളായി പിളർന്നു. എന്നിട്ട് ഒരു രാജ്യം മറ്റേ രാജ്യത്തിനെതിരെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ സഹായം തേടി. അങ്ങനെ ശത്രുക്കളുമായിട്ട് സഹായക്കരാർ ഉണ്ടാക്കിയത് മുസ്ലിങ്ങൾക്കെതിരിൽ മുസ്ലിങ്ങൾ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ സഹായം തേടുക. അതിപ്പോഴും ലോകത്ത് നടക്കുന്ന കാര്യമാണ്, നമുക്കറിയാം. ഇത്തരം നിലപാടുകളെ അന്നത്തെ റസൂല് താക്കീത് ചെയ്തു, എതിർത്തു. അതിന് അദ്ദേഹത്തെ കൊല്ലുകയാണ് ചെയ്തത്. അതുപോലെ സക്കരിയ അലൈഹിസ്സലാം അദ്ദേഹത്തിനെ മെഹ്റാബിലിട്ട് എറിഞ്ഞു കൊല്ലുകയാണ്. യഹ്യ അലൈഹിസ്സലാം, കാരണം അദ്ദേഹം അവിടെ നടമാടിയിരുന്ന ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളെ എതിർത്തു എന്നുള്ളതാണ് പ്രശ്നം. യഹ്യ അലൈഹിസ്സലാമിനെ കൊല്ലുക മാത്രമല്ല, തലയെടുത്ത് തളികയിൽ വെച്ച് നർത്തകിക്ക് സമ്മാനം കൊടുക്കുകയാണ്, കാമുകിക്ക്. കാരണം എന്താന്ന് വെച്ചാൽ, കല്യാണം കഴിക്കാൻ പാടില്ലാത്ത പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ച് അതിനെ യഹ്യ അലൈഹിസ്സലാം എതിർത്തു. മുസ്ലിം രാജ്യത്തിന്റെ ഭരണാധികാരി തീരുമാനിച്ച വിവാഹത്തിനെ, അയാളുടെ പ്രണയത്തെ, കാരണം അത് കല്യാണം കഴിക്കാൻ പാടില്ലാത്ത പെണ്ണായിരുന്നു, മുഹറമാത്തിൽപ്പെട്ടത്, പക്ഷേ പ്രണയത്തിലായി. എന്നിട്ട് അതിനെ എതിർത്തിട്ട് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, കാമുകിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി തടവിലാക്കി. പിന്നീട് ഇവളുടെ നൃത്തം കണ്ട് മതിമറന്നിരിക്കുമ്പോൾ രാജാവ് ചോദിച്ചു, ഇൻഡിപ്പസ് എന്നാണ് അയാളുടെ പേര്, എന്താണ് സമ്മാനം വേണ്ടതെന്ന്. അപ്പൊ പറഞ്ഞു യഹ്യയുടെ തലാന്ന്. അങ്ങനെ നർത്തകിക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി യഹ്യ നബി അലൈഹിസ്സലാമിനെ കൊന്ന് തലയെടുത്ത് തളികയിൽ വെച്ച് സമ്മാനമായി കൊടുക്കുകയാണ് ചെയ്തത്. അവസാനം പിന്നീട് ഈസ അലൈഹിസ്സലാമിന്റെ നേരെയാണ് യഹ്യ നബി അലൈഹിസ്സലാം ഈസാ നബിക്ക് തൊട്ടു മുമ്പ് വരുന്ന നബിയാണ്. രണ്ടാളും ആദ്യഘട്ടത്തിൽ ഒരേ കാലത്തുണ്ട്. ഈസ അലൈഹിസ്സലാമിനെ കൊല്ലാൻ മുശ്രിക്കുകളുടെ നെരൂദ ഭരണകൂടത്തോട് റെക്കമെൻഡ് ചെയ്യുകയാണ്, അല്ല സമ്മർദ്ദം ചെലുത്തുക തന്നെയാണ് ജൂത പുരോഹിതന്മാർ ചെയ്തത്. അവസാനം അദ്ദേഹത്തെ കുരിശിൽ തറച്ച് കൊല്ലാൻ വിധിച്ചു. പക്ഷെ അള്ളാഹു അതിന് കൊടുത്തില്ല. അതിന്റെ മുമ്പ് അദ്ദേഹത്തെ വിധി നടപ്പിലാക്കാൻ വന്നപ്പോഴേക്ക് അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുപോയി എന്നതാണല്ലോ ഖുർആനും സുന്നത്തും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ചരിത്രം. അങ്ങനെ നബിമാരെ കൊന്നതിന്റെ ഒരു വലിയ കഥ തന്നെയുണ്ട്. തഫീമുൽ ഖുർആനില് സൂറത്തുൽ ബഖറയിലെ 61-ാമത്തെ ആയത്തിന്റെ അഥവാ 62 വിശദീകരണത്തില് ഇത് ലിസ്റ്റായിട്ട് തെളിവ് സഹിതം ബൈബിളിലെ ഉദ്ധരണികൾ സഹിതം എണ്ണി പറയുന്നുണ്ട്. നേരത്തെ നമ്മളൊരിക്കത് സൂചിപ്പിച്ചതാണ് ബഖറയുടെ വിശദീകരണത്തില്. അപ്പൊ അങ്ങനെ നബിമാരെ കൊല്ലുക എന്നത് ധാരാളമായി ചെയ്തിട്ടുണ്ട്. ഇവിടെ പരിശുദ്ധ ഖുർആനിന്റെ സൂക്ഷ്മമായ ചില പ്രയോഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിലൊന്ന് ബിഗൈരി ഹഖിൻ എന്ന് പറഞ്ഞതാണ്. അതിന്റെ അർത്ഥം
ഏതെങ്കിലും ഘട്ടത്തിൽ നബിമാരെ കൊല്ലല് ഹക്കായിട്ടുണ്ട് എന്നല്ല. നബിമാരെ കൊല്ലുക എന്നാൽ തന്നെ കൊന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് ബിഗൈരി ഹക്കാണെന്ന് ഉറപ്പാണ് എന്ന് ബോധ്യമാകാൻ വേണ്ടിയാണ് അന്യായമായിട്ടാണ് കൊന്നത്. കാരണം ന്യായമായിട്ട് കൊല്ലാൻ കഴിയില്ല നബിമാരെ. പിന്നെ ഖതലു അൽ അംബിയ എന്നല്ല, വയഖ്തുലൂന നബിയീന എന്നാണ്. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എല്ലാ നബിമാരെയും കൊന്നിട്ടില്ലല്ലോ. യഖ്തുലൂന ബഅ്ളൻ നബിയീന എന്നാണല്ലോ പറയേണ്ടത്. ചില നബിമാരെ അവർ കൊല്ലുന്നു എന്നാണ് പറയേണ്ടത്. പക്ഷെ അതിന് പകരം നബീന, സകല നബിമാരെയും എന്ന് വേണമെങ്കിൽ അർത്ഥം വെക്കാവുന്ന പ്രയോഗമാണ് അള്ളാഹു താല നടത്തിയത്. എന്തിന്? ഏതാനും നബിമാരെ കൊല്ലല് തന്നെ മൊത്തം നബിമാരെ കൊല്ലുന്നതിന് തുല്യമാണ്. സൂറത്തുൽ മാഇദയിൽ മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമിയ. ഒരാളെ കൊന്നാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണെന്ന് പറയുന്നുണ്ടല്ലോ. എന്നതുപോലെ അള്ളാഹു അയച്ച നബി എന്നൊന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരുത്തൻ വരണ്ട എന്ന നിലപാട് സ്വീകരിക്കല് മൊത്തം നബിമാർക്കെതിരെയുള്ള നിലപാടാണ്. അള്ളാഹു അയച്ച നബിയാണെന്ന് ബോധ്യമുള്ള ഒരാളെ കൊല്ലുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ നബിമാരെ തീരെ പരിഗണിക്കില്ല എന്നാണ്. പിന്നെ ബാക്കി നബിമാരെ എന്തുകൊണ്ട് കൊന്നിട്ടില്ല? കൊല്ലാൻ കിട്ടിയിട്ടില്ല. യഹ്യ നബിയെ കൊന്ന ആളുകൾക്ക്, സക്കരിയ നബിയെ കൊന്ന ആളുകൾക്ക് ഇബ്രാഹിം അലൈഹി സ്വലാമിനെ കിട്ടിയാലും ഇസ്മായിൽ അലൈഹി സ്വലാമിനെ കിട്ടിയാലും ഇസ്ഹാഖ് നബിയെ കിട്ടിയാലും ഒക്കെ കൊല്ലി തന്നെയായിരുന്നു ചെയ്യുക. അതേ നിലപാട് ഇവർ സ്വീകരിക്കുമ്പോൾ അപ്പൊ ഇവരുടെ തോന്നിയാസങ്ങളെ എതിർക്കുമ്പോൾ വെച്ചേക്കുകയില്ല. അതുകൊണ്ടാണ് നബിയീന എന്ന ബഹുവചനം സ്വീകരിച്ചത് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു. അതുപോലെ യഖ്തുലൂന എന്ന് പറയുന്ന ഒരു കാരണമുണ്ട്. ഖതലുൽ അംബിയ, അവര് നബിമാരെ കൊന്നു. ഖതലു ബഅ്ളൽ അംബിയായി, നബിമാരിൽ ചിലരെ അവർ കൊന്നു എന്നാണ് പറയേണ്ടത് ശരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ ആയത്തിറങ്ങുന്ന സന്ദർഭത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമേ നബിയായിട്ടുള്ളൂ. അദ്ദേഹം ജീവിച്ച് 500 കൊല്ലം മുമ്പാണ് ഈസാ അലൈഹി സ്വലാമിനെ കുരിശിൽ തറക്കാൻ വിധിച്ചത്. അതിന്റെ ശേഷം ഒരു നബിനെയും കൊന്നിട്ടില്ല. പിന്നെ കൊല്ലുന്നു എന്ന വർത്തമാനകാല ക്രിയ പ്രയോഗിച്ചത് എന്തിനാണ്? അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൊല്ലാൻ തന്നെയായിരുന്നു അവർ ആലോചിച്ചിരുന്നത്. പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരിക്കൽ ജൂതഗോത്രത്തിലേക്ക് ചർച്ചക്ക് എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് സൽക്കരിച്ചിരുത്തി. ഭക്ഷണം ഇങ്ങനെ താമസിക്കുന്നുണ്ട്, വിചാരിച്ച സമയത്ത് ഇത് വരുന്നില്ല. അപ്പൊ എന്താ പരിപാടി എന്ന് വെച്ചാൽ കോട്ടമതിലിന്റെ മുകളിൽ നിന്ന് ഒരു കല്ല് അബദ്ധത്തിൽ എന്നോണം ഉരുട്ടി തലയിലേക്കിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും കൊല്ലാനായിരുന്നു പരിപാടി. ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചു കൊടുത്തതനുസരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഉടൻ ഇറങ്ങിപ്പോരുന്നതും പിന്നീട് അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുമൊക്കെ. അതുപോലെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ ഖുറൈശികളെ, ഈ അറബ് മുശ്രിക്കുകളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊന്നൊഴിവാക്കണം എന്നത് അവരുടെ ഒരു അജണ്ടയായിരുന്നു. കൂടോത്രം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പഠിച്ച പണി 18 എന്ന് പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലണം എന്നത് അവരുടെ ഒരു തീരുമാനമായിരുന്നു. അള്ളാഹുവിന്റെ സമ്മതമില്ലാത്തത് കൊണ്ട്, അള്ളാഹു സഹായിക്കാത്തത് കൊണ്ട് അത് നടന്നില്ല. അല്ലെങ്കിൽ അള്ളാഹു സംരക്ഷിച്ചത് കൊണ്ട്. വല്ലാഹു യഅ്സിമുക മിനന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ അള്ളാഹ് പറയുന്നത് ജനങ്ങളിൽ നിന്ന് അള്ളാഹു സംരക്ഷിക്കും താങ്കളെ. ആയത്തിറങ്ങിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡിനെ ഒഴിവാക്കി എന്നുണ്ട് ഹദീസിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്തിറങ്ങുമ്പോൾ ഒരു തമ്പിന്റെ ഉള്ളിലായിരുന്നു. ഈ ആയത്ത് കിട്ടിയപ്പോ പുറത്തേക്ക് തലയിട്ടുകൊണ്ട് ആദ്യം ചെയ്ത പണി, ഈ തമ്പിന്റെ പുറത്തിങ്ങനെ കാവൽക്കാരായിട്ട് നിൽക്കുന്ന സഹാബിമാരുണ്ട്, അവരോടൊക്കെ പിരിഞ്ഞു പോയിക്കൊള്ളാൻ പറയാണ്. അത്രത്തോളമാണ് അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ബോധ്യമുണ്ടായിരുന്നത് എന്ന് കൂട്ടത്തിൽ മനസ്സിലാക്കണം. അതുപോലെ സൗർ ഗുഹയിൽ നിന്ന് വാള് കാണുമ്പോഴും അള്ളാഹു കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നതൊക്കെ നമുക്കറിയാലോ. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ മുകളിൽ പറഞ്ഞ വേദക്കാരും ഉമ്മിയ്യകളും, സൗർ ഗുഹയിൽ കൊല്ലാൻ നോക്കുന്നത് ഉമ്മിയ്യകളാണ്. വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ കൊല്ലാൻ ആഗ്രഹിച്ച. അങ്ങനെ സുറാക്ക ഹിജ്റയുടെ യാത്രയുടെ ഇടയിൽ തലയെടുക്കാൻ പോയത്, സൗർ ഗുഹയുടെ മുകളിൽ വന്നത്. അതുപോലെ തന്നെ വാള് റസൂലുള്ളാഹി ഉറങ്ങുമ്പോൾ മരത്തിന്റെ കൊമ്പിൽ തൂക്കിയിട്ട വാളെടുത്തിട്ട് കൊല്ലാൻ നോക്കിയത്.
ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെ വേദക്കാരുടെയും മുശ്രിക്കുകളുടെയും അജണ്ടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലുക എന്ന ഒരു ഇനം ഉണ്ടായിരുന്നത് കൊണ്ടാണ് വയഖ്തുലൂന എന്ന വർത്തമാനകാല ക്രിയയായിട്ട് അല്ലാഹു തആല പ്രയോഗിച്ചത് എന്ന് ചുരുക്കം. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ വയഖ്തുലൂനല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്തി മിനൻ നാസ്, അവര് നബിമാരെ മാത്രമല്ല കൊല്ലുന്നത്, ജനങ്ങളിൽ നിന്ന് നീതി കൽപ്പിക്കുന്നവരെ കൊല്ലുന്നു. സത്യവിശ്വാസികളുടെ ഉത്തരവാദിത്തമായിട്ട് അല്ലാഹു തആല സൂറത്തുൽ മാഇദയിലൊക്കെ വന്നിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി, സത്യവിശ്വാസികളെ നീതിക്ക് വേണ്ടി നിലകൊള്ളുവീൻ. അത് ഏത് ഭരണം ആര് നടത്തിയാലും ശരി, നീതിക്ക് വേണ്ടിയും അനീതിക്കെതിരെയും നിലകൊള്ളുന്നവരാണ് മൂമിനീങ്ങൾ എന്ന് പറയുന്നത്. ആ മൂമിനുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളെയാണ്, അതിലെ പണ്ഡിതന്മാരും നേതാക്കളുമൊക്കെയായ ആളുകളെയാണ് ഇവിടെ യഅ്മുറൂന ബിൽ ഖിസ്തി മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് നീതി കൽപ്പിക്കുന്നവരെ, അഥവാ അള്ളാഹുവിന്റെ ദീനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ കൊല്ലുന്നവർ. ഇതും ധാരാളമായിട്ട് ചരിത്രത്തിൽ സംഭവിച്ചതാണ്, ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമാണ്. പറയുന്നത് ശരിയാണ് എന്നല്ല, പറയുന്നത് എനിക്കെതിരാണ്, അതുകൊണ്ട് ഞാൻ കൊല്ലും എന്ന നിലപാട് മുസ്ലിം രാജ്യങ്ങൾക്ക് പോലും വളരെ സുപരിചിതമായ സംഭവങ്ങളാണ്. വിശദീകരണം ആവശ്യമില്ലല്ലോ നമുക്ക്. നബിമാരെ കൊല്ലുക എന്നുള്ളത് ആധുനിക മുസ്ലിം സമൂഹം ചെയ്യൂല. കാരണം എന്താ വെച്ചാൽ നബിമാർ ഈസ് നോട്ട് അവൈലബിൾ, കിട്ടാനില്ലല്ലോ. പക്ഷേ നബിമാർക്ക് തുല്യം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി രംഗത്ത് വന്ന എത്രയോ പണ്ഡിതന്മാരെ, എത്രയോ മഹാന്മാരെ കൊന്ന ചരിത്രം മുസ്ലിം സമുദായത്തിൻ്റെതായിട്ടുമുണ്ട്. എത്ര പേര്, ഇമാം ഷാഫി, ഇമാം അബൂ ഹനീഫ, അതുപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് നമ്മളിപ്പോൾ ബഹുമാനിക്കുന്ന പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും അതാത് കാലത്ത് ഇമാം ഇബ്നു തൈമിയ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ അതാത് കാലത്തെ ഭരണകൂടങ്ങളുടെ പീഡനമേറ്റതാണ്. ആ പീഡനമേറ്റ ആളുകളെ ഇപ്പോൾ നമ്മൾ വളരെ ബഹുമാനിച്ചു കൊണ്ട് നടക്കുകയാണ്. കാരണം അതന്നെ അവരുടെ പ്രവർത്തനങ്ങൾ മഹത്തായ കാര്യങ്ങളാണ് എന്നതിന്റെ തെളിവാണ്. പക്ഷെ അന്ന് ഭരണാധികാരികൾ അവർക്കെതിരാണ് എന്ന ഒറ്റ കാരണത്താലാണ് ഇങ്ങനെ അവരെ പീഡിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ വയഖ്തുലൂനല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്തി മിനൻ നാസ്, ഈ ആയത്തിറങ്ങുമ്പോൾ ബനി ഇസ്രായേൽയരുടെ ഒരു ചരിത്രമാണുള്ളത് മുന്നിൽ. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ്. സന്തോഷ വാർത്ത എന്ന് പറയുന്നത് വിപരീത അർത്ഥത്തിലാണ്. വിപരീത അർത്ഥത്തിലാണെങ്കിലും ആ വാക്ക് പ്രയോഗിക്കാൻ കാരണം ഇവർ ഈ പണി ചെയ്യുന്നത് അവർക്ക് സന്തോഷമാകാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ആ വിപരീത അർത്ഥം പറഞ്ഞ് അള്ളാഹ് പരിഹസിക്കുന്നത്, വേദനയേറിയ ശിക്ഷയുണ്ടാകും എന്ന് പറഞ്ഞത്. ഉലൈകൽ ലദീന ഹബിതത് അഅ്മാലുഹും ഫിദ്ദുനിയ വൽ ആഖിറ, അവരുടെ പ്രവർത്തനങ്ങൾ ദുനിയാവിൽ തന്നെ പാഴായി പോയിരിക്കുന്നു. അഥവാ നബിമാരെയും മഹാന്മാരായ ആളുകളെയും ഒക്കെ കൊന്നിട്ട് എന്താണോ അവർ നേടാൻ ഉദ്ദേശിച്ചത് അത് ദുനിയാവിൽ നടക്കാൻ പോകുന്നില്ല. നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഹബിത്ത എന്നുള്ള വാക്കിന് സാധാരണ നമ്മൾ പറയാറുള്ള അർത്ഥം നിഷ്ഫലമായി എന്നാണ്. യഥാർത്ഥത്തിൽ നിഷ്ഫലമായി എന്നല്ല അതിന്റെ അർത്ഥം. ഈ വാക്ക് അറബികൾ പ്രയോഗിക്കുക ഹബിത്തത്തിൽ ബഖറു, ഹബിത്തത്തിൽ ബഖറത്തു, പശു ഹബിത്തത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താന്ന് വെച്ചാൽ പശു ആക്രാന്തം കൊണ്ട് ആവശ്യത്തിലധികം തിന്നിട്ട് വയറ് പൊട്ടിച്ചാകുന്നതിനെ പറ്റിയാണ്. അഥവാ പശു അതിന്റെ ഗുണത്തിനും സന്തോഷത്തിനും വേണ്ടി ചെയ്ത കാര്യങ്ങൾ തന്നെ അതിന്റെ നാശത്തിന് കാരണമാക്കുകയാണ്. ഇതാണ് ഹബിത്ത എന്നുള്ള വാക്കിന്റെ അസൽ അർത്ഥം, യഥാർത്ഥ പ്രയോഗം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ആളുകൾ അവർക്ക് നേട്ടമാകും എന്ന് വിചാരിച്ച് ചെയ്ത പണിയാണ് പണ്ട് നബിമാരെ കൊല്ലലും പിന്നീട് അതുപോലെ നീതി കൽപ്പിക്കുന്ന ആളുകളെ കൊല്ലലുമൊക്കെ. പക്ഷെ എന്നിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഒരു ഫലം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അതിന്റെ ദുഷ്ഫലം അവർ തന്നെ അനുഭവിക്കേണ്ടി വരികയുമാണ് ചെയ്യുക. എവിടെയൊക്കെ ഫിദ്ദുനിയ, ദുനിയാവില്, വൽ ആഖിറ, പരലോകത്തും, വൽ ആഖിറത്തി വമാ ലഹും മിൻ നാസിരീൻ, പരലോകത്ത് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ ഒരാളും ഉണ്ടാകുകയില്ല. അത് പറഞ്ഞതിന് ഒരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ നബിമാരെ കൊല്ലാനും അതുപോലെ തന്നെ മഹാന്മാരെ കൊല്ലാനും ഒക്കെ നേതൃത്വം കൊടുത്ത ആളുകൾ ഇവിടെ വലിയ ആളും പാളും ഉള്ള ആളുകളായിരിക്കും.
അവർക്ക് ഒരുപാട് പരിവാരങ്ങളും പരിചാരകരും തോഴന്മാരും സഹായികളും ഒക്കെയായിട്ട് പലരും ഉണ്ടാകും. പക്ഷേ അള്ളാഹുവിന്റെ കോടതിയിൽ അവർ നിസ്സഹായരായിരിക്കും. ഒരാളും അവർക്ക് സപ്പോർട്ട് ഉണ്ടാകുകയില്ല എന്ന് അള്ളാഹു തആല താക്കീത് ചെയ്യുകയാണ്. ഈ ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി ഇങ്ങനെയൊക്കെയുള്ള പാരമ്പര്യത്തിലൂടെ പോരുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ അംഗീകരിച്ചും അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തും അതിൻ്റെയൊക്കെ പിന്മുറക്കാരായും അതിനൊക്കെ ജൈവിളിച്ചും പോരുന്ന ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ തർക്കിക്കാൻ വരുന്നത്. അതുകൊണ്ടാണ് ഈ വർത്താനം ഇങ്ങനെ ആയത്. അവർ തർക്കിക്കുകയാണെങ്കിൽ അവരോട് പറഞ്ഞേക്കുക, ഞാൻ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടതാണ്. എന്നിട്ട് അവരോട് ചോദിക്കുക, അവര് അങ്ങനെ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ താങ്കളോട് തർക്കിക്കാൻ വന്നിരിക്കുന്നതെന്ന്. എന്നിട്ട് പിന്നെ അള്ളാഹ് പറയാണ് എങ്ങനെ വരും, എങ്ങനെയാണ് അവർ അള്ളാഹ്ക്ക് കീഴ്പ്പെടുക? അവർ ഇതൊക്കെയാണ് കൊണ്ട് നടക്കുന്നത്, ഇതൊക്കെയാണ് അവരുടെ ചിന്താഗതികൾ. അവർക്ക് ഇവിടെ ഈ അബിത്തത്ത് അമാലു ഫി ദുനിയാ വൽ ആഖിറ എന്ന് പറഞ്ഞത് ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനോ അല്ലെങ്കിൽ സഹാബികളിൽ പ്രമുഖരായ ആളുകളെ കൊന്ന് അങ്ങനെ ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കാനോ അതിന്റെ വളർച്ച തടയാനോ, അതൊക്കെയാണ് ജൂതന്മാരുടെ അന്നത്തെ മനസ്സിലിരിപ്പ്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. എപ്പോഴത് പറയണത് എന്ന് കൂടി നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാക്കണം. ബദറിന്റെ ശേഷമാണ്. ബദറിൽ എന്തിനാ വന്നത്? ബദറിൽ അബൂജഹലിന്റെ അഅ്മാല് അങ്ങോട്ട് ഹാബിത്തത്ത് തകർന്നുപോയി. അയാൾക്ക് തന്നെ ദോഷകരമായി. പശു വയറ് പൊട്ടിച്ചാകുന്നത് പോലെ അബൂജഹലിന്റെ ദുശ്ചെയ്തികൾ അവർക്ക് തന്നെ നാശമായി. 70 നേതാക്കന്മാർ തട്ടിപ്പോകുകയും മക്കയിൽ ദുഃഖം തളം കെട്ടി നിൽക്കുകയുമാണ് ചെയ്തത്. ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന അബൂജഹലിന്റെ കോലമാണ്. അത് കഴിഞ്ഞ് ഉടനെയാണ്, അതിന്റെ തൊട്ടുടനെയാണ്, ഈ ബദറിന്റെ ശേഷമാണല്ലോ, ഉഹുദിന്റെ മുമ്പായിട്ടുള്ള കാലത്താണ് സൂറ ആലി ഇമ്രാൻ ഇറങ്ങുന്നത്. അതിന്റെ പശ്ചാത്തലം മനസ്സിലായാൽ ഈ ആയത്തിന്റെ ധ്വനി എന്താണത് പറയണത് എന്നുള്ളത് നമുക്ക് കൃത്യം മനസ്സിലാകും. എന്തിനാണത് ഇവിടെ പറയണത് എന്ന് മനസ്സിലാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം ശരിയായി പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.